കേരളത്തിൽ സ്വാധീനം കുറവുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തൃണമൂൽ കോൺഗ്രസ്. കേരളത്തിന് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്തും പറയുവാൻ കഴിയുന്ന ഒരു പാർട്ടി. അവിടേക്ക് എന്തുകൊണ്ട് PV അൻവർ പോയി? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം പുറംതള്ളിയ UDF സ്വീകരിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിൽ തീരുമാനമെടുക്കാതെ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന PV അൻവറിനെ പോലെ ഒരു MLA തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് എന്താണ് ഗുണം? സ്വാഭാവികമായും കേരളത്തിൽ അങ്ങനെ സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. മമതാ ബാനർജി എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ മാത്രം ദേശീയ രാഷ്ട്രീയത്തിൽ മുഴങ്ങി നിൽക്കുന്ന ബംഗാൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ മാത്രമാണ് ജനങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനെ അറിയാവൂ. അത്തരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിലേക്കുള്ള ശക്തമായ ഒരു ചവിട്ടുപടി തന്നെയാണ് PV അൻവർ എന്ന ex-MLA പിന്തുണ. PV അൻവറിന്റെ പിന്തുണയോടുകൂടി കേരളത്തിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാമെന്ന തന്ത്രപരമായ നീക്കം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് PV അൻവറിലൂടെ നോക്കിക്കാണുന്നത്. കൂടാതെ ബംഗാളിൽ മമതാ ബാനർജിയെ അധികാരത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന് അവിടെയുള്ള BJP വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളുമാണ്. കേരളത്തിനെ സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് പുരോഗമനം ഉണ്ടാകുന്നെങ്കിൽ പോലും അങ്ങനെ വലിയ ശക്തി കേന്ദ്രമായി മാറുവാൻ സാധിക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളും BJP വിരുദ്ധ വോട്ടുകളും തൃണമൂൽ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ബംഗാളിലല്ലാതെ കേരളത്തിൽ കൂടി ശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ബോധ്യത്തിൻ്റെ പുറത്തുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് PV അൻവറിലൂടെ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റുവാൻ കഴിയുന്ന കരുത്ത് PV അൻവറിനുണ്ട് എന്ന് അദ്ദേഹം പിണറായി വിജയനെതിരായി, P ശശിക്കെതിരായി, LDFിനെതിരായുള്ള സമര പോരാട്ടങ്ങളിലൂടെ തെളിയിച്ചതുമാണ്. അത്തരത്തിലൊരു വലിയ സ്വീകാര്യതയും ജനപിന്തുണയും PV അൻവറിലൂടെ തൃണമൂൽ കോൺഗ്രസിനും കേരളത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ബോധ്യം പാർട്ടിക്കുണ്ടാകണം. കൂടാതെ മമതാ ബാനർജിക്ക് കേരളത്തിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് മമതാ ബാനർജിയെ കേരളത്തിലേക്ക് എത്തിക്കുക എന്ന തന്ത്രപരമായ നീക്കം കൂടി PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് മാർച്ച് അവസാനത്തോടുകൂടി തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും സമാരാധ്യായ നേതാവ് മമതാ ബാനർജി കേരളത്തിലേക്ക് എത്തുമെന്ന PV അൻവർ മമതാ ബാനർജിയുമായി നടത്തിയ ഓൺലൈൻ കൂടിക്കാഴ്ചയിൽ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ താമസിയാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി സംസ്ഥാന നേതൃത്വമായ PV അൻവറിന്റെ ആവശ്യപ്രകാരം കേരളത്തിലെത്തും. അങ്ങനെ വലിയൊരു തരംഗം, വലിയൊരു മുന്നേറ്റം, തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ ഒരു കാൽവെപ്പ് കേരളത്തിൽ നടത്തുവാൻ സാധിക്കുമെന്ന ഒരു ബോധ്യം തൃണമൂൽ കോൺഗ്രസിനുണ്ട്. അതിനു വേണ്ട സന്നാഹങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് PV അൻവറും. നിലവിൽ LDFിന്റെ MLA ആയി വിജയിച്ചു വന്ന PV അൻവർ പാർട്ടിയുമായി അകന്ന സാഹചര്യത്തിൽ അയോഗ്യതയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് പാർട്ടി MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തണമെന്ന ആദ്യത്തെ ആവശ്യം ഒരുപക്ഷെ മമതാ ബാനർജി മുൻപോട്ട് വെച്ചിട്ടുണ്ടാകണം. ആ ആവശ്യത്തിന്റെ പുറത്താണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്. അങ്ങനെ MLA സ്ഥാനം രാജിവെച്ചാൽ പകരം ഒരുപക്ഷെ പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ രാജ്യസഭാ അംഗമായി തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റിൽ കൊണ്ടുവരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കില്ല. എങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വികസനത്തിന്റെ പേരിൽ, ജനക്ഷേമത്തിന്റെ പേരിൽ വലിയ സ്വാധീനം PV അൻവറിന് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ബോധ്യം തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടാകും. കൂടാതെ മമതാ ബാനർജിക്ക് മുമ്പേ തന്നെ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കവും PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഒന്ന് ശത്രുഘ്ൻ സിൻഹ, മഹുവ മൈത്ര, യൂസഫ് പത്താൻ അടങ്ങുന്ന 3 തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായ മമതാ ബാനർജി കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എത്തിക്കുവാനുള്ള നീക്കവും PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 3 പേർക്കും കേരളത്തിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്ന നേതാക്കന്മാരാണ്. ഒന്ന്, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ മഹുവ മൈത്ര. അവർ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ BJP വിരുദ്ധ വോട്ടുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ PV അൻവറിന് സാധിക്കുമെന്ന ഒരു കണക്കുകൂട്ടൽ അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന് യൂസഫ് പത്താനാണ്. യൂസഫ് പത്താന് ന്യൂനപക്ഷങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കിടയിൽ, യുവാക്കൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ധാരണയുടെ പുറത്താകണം യൂസഫ് പത്താനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്ന് പരിണിതപ്രജ്ഞനായ ശത്രുഘ്ൻ സിൻഹ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് കർഷകർക്കിടയിൽ അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന
ഒരു കണക്കുകൂട്ടൽ പി.വി. അൻവറിനെ സംബന്ധിച്ചുണ്ട്. ഇവർ മൂന്നുപേരും രാജ്യമറിയുന്ന നേതാക്കന്മാരാണ്. ഈ രാജ്യമറിയുന്ന നേതാക്കന്മാരെ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അടിവേരുണ്ടാക്കുക, അടിസ്ഥാനപരമായ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള എല്ലാ പടക്കോപ്പുകളും തയ്യാറാക്കുക എന്നുള്ളതൊക്കെയാണ് പി.വി. അൻവറിന്റെ കണക്കുകൂട്ടൽ. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളിൽ വലിയ സ്വാധീനമുണ്ടാക്കുവാൻ മമതാ ബാനർജിയുടെ കേരള പര്യടനം കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന കണക്കൂട്ടൽ അദ്ദേഹത്തിനുണ്ട്. രാജ്യസഭാ സീറ്റ് കൂടി അദ്ദേഹത്തിന് നൽകുന്നതോടുകൂടി തൃണമൂൽ കോൺഗ്രസുമായി വലിയ രീതിയിലുള്ള അടുപ്പം പി.വി. അൻവറിനുണ്ടാകും. അത് കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. UDF-ലെ ഒരു മുന്നണിയായി വരെ മാറുവാൻ കഴിയുന്ന തരത്തിലേക്ക് വളർച്ച അദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന കണക്കൂട്ടൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മമതാ ബാനർജിയെ സംബന്ധിച്ചുണ്ട്. കൂടാതെ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടാകുകയാണ് എങ്കിൽ അത് പിണറായി സർക്കാരിനെതിരെ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ, PCC എന്ന ഇടതുപക്ഷ നേതാവിനെതിരെ അതൊരു തിരിച്ചടിയായി തന്നെ അദ്ദേഹം ജനസമൂഹത്തോട് പറയുകയും ചെയ്യും. ഇത്തരത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിനെ സംബന്ധിച്ച ഒരു തിരിച്ചടി, ഒരു ബലക്ഷയമൊക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ എന്തു വിലയും കൊടുത്ത് LDF-ന് വിജയിച്ചേ മതിയാകൂ. എന്നാൽ UDF-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. ആദ്യഘട്ടത്തിൽ ആര്യടൻ ഷൗക്കത്ത് ഒഴികെ ആര് മത്സരിച്ചാലും UDF-ന് പിന്തുണ നൽകുമെന്നും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായ VS ജോയി മത്സരിച്ചാൽ പിന്തുണ നൽകാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ ആ തീരുമാനവും മാറ്റിയിരിക്കുന്നു. കോൺഗ്രസുമായി പരിപൂർണമായ പിന്തുണ, കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും അദ്ദേഹത്തെ വിജയിപ്പിക്കും, UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പി.വി. അൻവർ പറയുന്നത്.